ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. യു.എയിൽ ഷാർജയിലാണ് ഞാൻ വർക്കുന്ന സ്ഥലമാണ്. എൻ്റെ പുറകിൽ വെള്ളം കണ്ടില്ലേ. ഇന്നത്തെ ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ 2026 അതായത് മാർച്ച് 26, 2026 രാത്രി 12 മണി മുതൽ ശക്തമായ കാറ്റും കോളും മഴയും മിന്നും ഇടിയും ഇതൊക്കെയായിരുന്നു. അത് ഓൾറെഡി കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞിട്ടുള്ളതായിരുന്നു. കറക്റ്റ് 12 മണി ആകുമ്പോഴത്തേനും അത് സ്റ്റാർട്ട് ചെയ്തു. കാറ്റ് എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 65 കിലോമീറ്ററിലധികം വേഗതയിലായിരുന്നു കാറ്റ്. അതിശക്തമായ കാറ്റും മരങ്ങൾ കടപുഴകാൻ സാധ്യതയുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ എന്നുള്ളതൊക്കെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ നിൽക്കുന്ന ഏരിയയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഈ വെള്ളം കയറിയതാണ് ഇപ്പോൾ കാണുന്നുള്ളൂ. ഇന്നലെ രാത്രി അതിശക്തമായ കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അധികം നേരം എനിക്ക് പുറത്തുനിന്നൊരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അത്ര മിന്നെറിഞ്ഞിട്ട് ഉള്ളൊരു അവസ്ഥയായിരുന്നു. രാവിലെ വരെ ആ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ബാഗെല്ലാം കറുത്തുള്ള അവസ്ഥയാണ്. ഷോപ്പൊക്കെ ഇന്നലെ അടച്ച് എല്ലാം ക്ലിയറാക്കി നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ മാറ്റി നമ്മളെല്ലാം സേഫാക്കി രാത്രി നമ്മൾ ഷോപ്പ് വിട്ട് പോകുന്നത്. ഇനി ഈ മഴ ഇനിയും തുടരുകയാണെങ്കിൽ എന്തൊക്കെയാണ്, വെള്ളം എത്രത്തോളം കയറുക, അല്ലെങ്കിൽ ഇനി കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുക എന്താ ഒന്നും അറിയില്ല. ഈ ഒരു ഏരിയ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം, അപ്പോൾ അവിടെയാണ് എൻ്റെ ബിൽഡിംഗ് ഉള്ളത്. ഈ ഒരു ഏരിയ എപ്പോഴും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു 10 മിനിറ്റ് മഴ പെയ്താൽ മതി, കംപ്ലീറ്റ് വെള്ളം വരും. ഇവിടെ നിന്ന് മുതൽ ഇപ്പോൾ ആ വണ്ടി തിരിക്കുന്നില്ലേ, അവിടെ മുതൽ ഈ ഒരു ഏരിയ എപ്പോഴും വെള്ളം നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണ്. അവിടെ രണ്ടൊന്ന് വണ്ടികളൊക്കെ വെള്ളത്തിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ കഫ്തീരിയ എന്നുള്ള ബിൽഡിംഗ് ഇല്ലേ, ആ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഷോപ്പുള്ളത്. നമ്മുടെ ഷോപ്പൊക്കെ മൊത്തം വെള്ളം കയറിയിട്ടായിരിക്കുന്നത് ആണ് അവസ്ഥ. ഇപ്പോഴും നിങ്ങൾ ആകാശം നോക്ക്, കറുത്തിരണ്ട ആകാശമാണ്. ഇനിയും നല്ല രീതിയിൽ മഴ പെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളൊരു ബോർഡ് കണ്ടില്ലേ, ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട്. അത്ര വെള്ളം കയറിയിട്ട് നമ്മൾ ഷോപ്പ് നിൽക്കുന്നത്. ഞാനൊരുപാട് മാറി നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. മഴ ഏകദേശം വീണ്ടും ചാറി തുടങ്ങുന്നുണ്ട്. എനിക്കിവിടുത്തെ കാലാവസ്ഥ നിരീക്ഷകരെ ഒരു ഇത് ഭയങ്കര അത്ഭുതപ്പെടും. കാരണം നമ്മുടെ നാട്ടിൽ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെയല്ല. ഇവിടെ ഇത്ര മണിക്ക് 12 മണി മുതൽ അല്ല ഇന്ന ഡേറ്റിന് ഇന്ന സമയം മുതൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഉണ്ടല്ലേ, ആകാശം ഫുള്ള് ഇരുണ്ടിരിക്കുകയാണ്, മഴ ചാറുകയാണ്. നല്ല മഴ ഇനിയും സാധ്യതയുണ്ട്. നല്ല മഴക്കാറുണ്ടെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയാണ് കേട്ടോ. അതായത് മഴ ചാരി തുടങ്ങി. ഞാൻ മഴ കൊണ്ടിട്ടാണ് നടക്കുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ ചാരി തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴ വരാനുണ്ട്. ഇടി വെട്ടുന്നു. മഴ പെയ്തിട്ടാ അടിപൊളിയായിട്ട് മഴ വീണ്ടും പെയ്തു. എന്താ തെളിഞ്ഞ ആകാശം നോക്കിയേ. ഇത് എൻ്റെ ഷോപ്പ് അവിടെ കണ്ട വെള്ളം. ഇതിപ്പോൾ 27-ാം തീയതിയാണ് കേട്ടോ. ഞാൻ ഇന്നലെ എടുത്തത്
സോറി ഇന്ന് 27, 27-ാം തീയതിയാണ് നല്ല വീഡിയോ എടുത്ത്. 26-ാം തീയതി രാത്രിയാണ്, രാത്രി 12 മണിക്കാണ് നമ്മൾ ഇവിടുത്തെ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇപ്പോൾ എല്ലാം സുഖമായിട്ട് ഇവിടുത്തെ ഈ ഒരു ഏരിയ ക്ലിയറായി എന്നുള്ളതാണ് നമ്മളെ ഷോപ്പ് നോക്കുന്നത്. വരണ്ടു തുടങ്ങിയ റോഡും തെളിഞ്ഞ ആകാശവും. ഈ തെളിഞ്ഞ ആകാശം കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം, സമാധാനമൊക്കെ. ഒരുപാട് ടെൻഷൻ അടിച്ചു എന്തായിരിക്കും ഇവിടെ അവസ്ഥ എന്നുള്ളതിൽ. എന്തായാലും നമ്മളെ ഈ ഏരിയയിൽ വെള്ളം പൊന്തി എന്നുള്ള ഒരൊറ്റ പ്രശ്നമില്ലാതെ വേറെ ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. എന്നാലും മാനം തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ടെൻഷനില്ല. ഒരുപാട് ഏരിയയിൽ, ദുബായിലും ഷാർജയിലും പല സ്ഥലങ്ങളിലും ഒരുപാട് ഇതുണ്ടായിട്ടുണ്ട്, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പുറകിലുണ്ടല്ലോ ഓരോ ഷോപ്പുകളിലെ സാധനങ്ങളെന്നൊക്കെ പുറത്തെടുത്ത് പലതും നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. എന്നാലും വലിയ നഷ്ടങ്ങളൊന്നും ഈ ഒരു ഏരിയയ്ക്കില്ല. ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഷാർജ, ദുബായ് ഏരിയയിലൊക്കെ. എന്നാലും ഇതിന് മുമ്പ് വന്ന 2-3 വർഷം മുമ്പ് വന്ന ആ ഒരു ഇതിൻ്റെ അത്ര എഫക്റ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതുപോലുള്ള അപകടം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.